എല്ലാവർക്കും ജോ കിച്ചൺ ഡയറീസിലേക്ക് സ്വാഗതം. ഇപ്പം എല്ലാവരും ഫുൾ ജാർ സോഡയൊക്കെ കുടിച്ചു കാണുമല്ലോ അല്ലേ? ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുവിധ ആൾക്കാർക്കൊന്നും ഫുൾ ജാർ സോഡ ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം ഞാനിത് കണ്ടപ്പോഴാണ് പണ്ട് ഞങ്ങൾ യാത്രകൾക്കൊക്കെ പോകുമ്പോൾ ചേട്ടൻ ഉണ്ടാക്കി തരുന്ന ഒരു ഡ്രിങ്കിനെ പറ്റി എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഫുൾ ജാർ സോഡേനെ കഴിഞ്ഞ് എന്തുകൊണ്ടും ടേസ്റ്റിയാണത്. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ഇപ്പം അറിയാത്തവർക്കായി ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു തവണ കുടിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ തോന്നും. ഇപ്പോൾ നമ്മൾ ബേക്കറിയിൽ കയറി ജ്യൂസ് കുടിക്കുന്നതിന് അത്ര ചിലവുമില്ല, പിന്നെ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുകയും കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തിയാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ വീഡിയോ കാണാനും സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചിനീര് ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചിനീര് നിർബന്ധമല്ല. പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളക്, ഒരു പച്ചമുളകിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ 1/4 മതി. പിന്നെ ഉപ്പ്. പിന്നെ ഇതിലേക്ക് ഞാൻ 7up ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. 7up അല്ലെങ്കിൽ സ്പ്രൈറ്റ് യൂസ് ചെയ്യാം. ഇപ്പോൾ അതിൽ തന്നെ ഒരു മധുരം ഉള്ളത് കൊണ്ട് ഷുഗർ സിറപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഇതിൽ ഉപ്പിടുന്ന അനുസരിച്ചാണ് ഇത് പതഞ്ഞു പൊങ്ങുന്നത്. അപ്പോൾ നന്നായിട്ട് പതഞ്ഞു പൊങ്ങാൻ വേണ്ടിയിട്ട് ഒത്തിരി ഉപ്പിടാൻ പാടില്ല. അപ്പോൾ പിന്നെ നമുക്ക് കുടിക്കാൻ പറ്റാണ്ട് വരും. അപ്പോൾ പിന്നെ അതുപോലെ പച്ചമുളക് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് പച്ചമുളക് ഇട്ടാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടൊക്കെ എരിഞ്ഞിട്ട് ആകെ ബുദ്ധിമുട്ടാവും. പിന്നെ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ പുതിനയിലയും കസ്കസൊക്കെ ചേർക്കാം. അപ്പോൾ ഇത് തന്നെ ഞാനൊരു ഫുൾ ജാർ മോഡൽ ചെയ്തതാണ്. അപ്പോൾ ഇതെനിക്ക് വലിയ ഇഷ്ടമായില്ല, പിന്നെ ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ഇതിൽ ആദ്യം ഉണ്ടാക്കി തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ.